നേരത്തെ വളരെ വിശദമായി തന്നെ ശ്രീ ശിവകുമാർ KSRTC നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക നേതാക്കന്മാർ ഇവിടെ നിരവധി സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും തൊഴിലാളി വിരുദ്ധതയുള്ള ഒരു സർക്കാർ ഉണ്ടായി. പറയുമ്പോൾ ലോകത്തിലെ നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉള്ളൊരു സംസ്ഥാനം കേരളത്തിൽ മാത്രമേ. എന്നാൽ ഈ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും അധികം തൊഴിലാളി ദ്രോഹം നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC മാത്രമല്ല, KSEB ഏതാണ്ട് തകർച്ചയിൽ നിൽക്കുക. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുക. കാരണം രണ്ട് പ്രധാന ഏരിയ എറണാകുളവും കോഴിക്കോടൊക്കെ ഒരു വേൾഡ് ബാങ്കിന് അടിയറ വയ്ക്കാൻ പോവുക വാട്ടർ അതോറിറ്റി. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്നത് മോഡിയോട് മത്സരിക്കുകയാണ്. ഇപ്പം എല്ലാ കാര്യത്തിലും മോഡിയോട് മത്സരിക്കുകയാണ് ശ്രീ പിണറായി. ഇപ്പൊ കേന്ദ്രത്തിനെ കുറിച്ചൊരു പരാതിയില്ല. ഇപ്പൊ ദേശീയപാത ഇത്രയും കാലം വലിയ കാര്യമായിട്ട് കൊണ്ടുവരണം, സ്വന്തം നേട്ടമായിട്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ കുറെ 5 കോടിയുടെ ഫ്ലക്സ് പ്രത്യേകിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ദേശീയപാതയുടെ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ. അപ്പോഴാണ് ആകാശത്ത് കൂടെ സഞ്ചരിച്ചവരൊക്കെ പെട്ടെന്ന് പാതാളത്തിലേക്ക് കാണുപോയത്. കാരണം നേരെ ഇപ്പൊ അതിനു വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രിയും വരുമാന മന്ത്രിയും കൂടെ നമ്മുടെ ഗഡ്കരിനെ കാണാൻ പോയി. കണ്ടു വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ 2025 ഡിസംബറിൽ ഇത് പൂർത്തിയാക്കി ഉദ്ഘാടനം. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ പോയത് ഇതിൻ്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടത്താനാണെങ്കിൽ ഈ ദേശീയപാതയുടെ സേഫ്റ്റി ഉറപ്പാക്കാതെ നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ ശ്രമിക്കുന്നു. കാരണം ഇത് വികസനം മുടക്കിയല്ല. പ്രതിപക്ഷത്തിനെ കുറിച്ച് അതാണല്ലോ വികസനം മുടക്കല്ല, മനുഷ്യന്റെ ജീവിതം തന്നെ. വികസനത്തിന്റെ പേരിൽ കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടി മനുഷ്യന്റെ ജീവൻ അപകടപ്പെടുത്തുകയാണ് ഇപ്പോൾ. അപ്പൊ ആ കാര്യത്തിലൊക്കെ ഇപ്പൊ കേന്ദ്രമായിട്ട് വലിയ സഹവർത്തിത്വമാണ്. ഒരു പരാതിയില്ല. ദേശീയപാത തകർന്നതിനെ കുറിച്ച് ഒരു പരാതിയില്ല. ഗഡ്കരിയോട് വലിയ പറഞ്ഞിരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് 25 ഡിസംബറിൽ അതിന്റെ ഉദ്ഘാടനം നടത്തിത്തരണം. അങ്ങനെയാണ് ഐഡിയ എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ആ ഉദ്ഘാടനം നടക്കില്ല. നിങ്ങൾ അതിൻ്റെ സേഫ്റ്റി 100% ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങളുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ KSRTCയുടെ എന്താ അവസ്ഥ? 34% DA കുടിശ്ശിക. ഇപ്പോഴാണ് ശമ്പളം തന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല ഒന്നാണ്. മുമ്പ് ആന്റണി രാജുവിനാണെങ്കിൽ എന്താ വകുപ്പ് എന്ന് വരെ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് 1-ാം തീയതി ശമ്പളം എന്തിനാ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത് ചോദിച്ചാണ്. അദ്ദേഹത്തിന് 1-ാം തീയതി എന്ന മന്ത്രിയുടെ ശമ്പളം കിട്ടി. പക്ഷേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനധികം പറയുന്നു, മെയ് മാസം 1-ാം തീയതിയാണ് അദ്ദേഹം തൊഴിലാളികൾക്കെതിരെ സമരം നടപടി എടുക്കുന്നത് പ്രഖ്യാപിച്ചത്. മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനം. ആ തൊഴിലാളി ദിനത്തിലാണ് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഞാൻ ചോദിക്കുന്നത്, KSRTC മുമ്പ് സമരം ചെയ്തു. നിങ്ങൾ എന്തിനാ സമരം ചെയ്തതിനായിരിക്കും? സാധാരണ എല്ലാ സമരങ്ങളും ശമ്പള വർധന ആവശ്യപ്പെട്ടിട്ടാണ് സമരം ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ചെയ്ത ജോലിക്ക് കൂലിയുണ്ടാകും.